ത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനായി ബദ്ധപ്പെട്ടോടിടുന്നു. സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്കു സ്തോത്രം ഞാൻ. രാവിലെ ഞാനുണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലെ കാളടുപ്പം. എൻ്റെ യാത്രയുടെ കാളടുപ്പം. രാത്രി ഞാൻ ദൈവത്തിൻ്റെ കൈകളിലുറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. നിത്യമായി ജീവവൃ നമ്മുടെ നാൾ കടന്നു പോകപ്പോഴും അവരോടു തുതിപാടുമെങ്കിൽ നിനക്കും താരേനമോ വിശുദ്ധാരുഹായിക്കും എന്നേക്കോ. ആമീൻ ആമീൻ. ഈ കാഴ്ച അതിദുഃഖം മൃത്യുവാനുഭവിച്ചിടുന്നു. ചന്തമേറോ മേനിയാകെ ചീഞ്ഞഴിഞ്ഞോ ലഭിച്ചിടുന്നു. മാനിച്ചവരെ മണ്ണിലേക്ക്
ശോകവനെ ശോകത്തോടടുക്കുന്നു എല്ലാമാറിടുന്നു ഒഴിക്കും മുഴുവനും ഇരയാവാനയക്കുന്നു നാഥാനിന്റെ വരവെങ്കൽ ഞങ്ങൾക്ക് സാദാതരിയ സന്തോഷമോക്ഷവും എന്നേക്കോ ഞങ്ങളുടെ തിരുമുമ്പിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുക. സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇത്രത്തോളം ദൈവം എന്നെ നടത്തി ഒന്നുമില്ലായ്മയിൽ നിന്നെ ഉയർത്തി ഇത്രത്തോളം യഹോവ സഹായിച്ചു. എൻ്റെ സഹോദരനെ, ഞാൻ പാതാളി വഴിയായി കടന്നു പോകുമ്പോൾ തുറക്കപ്പെട്ടിരിക്കുന്ന കല്ലറകളെ ഞാൻ കണ്ടു. അതിനുള്ള എല്ലാ അത്തരബലവാന്മാരും പ്രവേശിച്ചിരുന്നു. പലതരം മല്ലന്മാരും അതിൽ പാർക്കുന്നുണ്ടായിരുന്നു. അവരുടെ കാലടികൾ നാശത്തിലേക്ക് മറിച്ചിടപ്പെട്ടിരുന്നു. അപ്പോൾ ഞാൻ അതിനരികിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടും നെടുവീർപ്പോടും എൻ്റെ ദേഹിയോട് പ്രകാരം പറഞ്ഞു, ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ സൗന്ദര്യമുള്ളവർ തങ്ങളുടെ സൗന്ദര്യത്തിൽ ആഹ്ലാദിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പൊന്ന് ശേഖരിക്കുന്നതിന്. ധനവാന്മാർ തങ്ങളുടെ ധനത്തെപ്പറ്റി അഹങ്കരിക്കുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ വിദ്വാൻമാർ തങ്ങളുടെ വിദ്യയിൽ പോരുന്നതിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ ജ്ഞാനികൾ തങ്ങളുടെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്തിന്. ഇതാകുന്നു ഞങ്ങളുടെ അവസാനമെങ്കിൽ അധികാരികൾ തങ്ങളുടെ ശക്തിയിൽ കളിക്കുന്നതെന്തിന്. ഇതാകുന്നു നമ്മുടെ അവസാനമെങ്കിൽ യൗവനക്കാർ തങ്ങളുടെ സാമർഥ്യത്തിൽ ചാഞ്ചാടുന്നതെന്തിന്. ദൈവിക സംഗീതക്കാരനായ ദാവീദ്, നിന്റെ കിന്നരങ്ങളോടുകൂടെ നീ വന്ന് മനുഷ്യൻ താൽക്കാലികനാകുന്നു എന്ന് അവൻ്റെ ദിവസങ്ങൾ ആകുപോലെ മാഞ്ഞു പോകുന്നവരെയാകുന്നു. പറമ്പിലെ പുഷ്പം പോലെ പൂത്ത് വാടിപ്പോകുന്ന അവയിൽ പാടി ഞങ്ങളെ കേൾപ്പിക്കാം. ഇത് നിമിത്തമായി മരിച്ചവരെയോ ഏൽപ്പിക്കുന്നവരെ നിനക്ക് ഈ സകലത്തിൻ്റെ ഇടയനായ ദൈവത്തിന് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ.
കാലവും എല്ലാ സമയവും ദൈവത്തിന് സ്തുതിയും. ഭൂമിയിൽ സമാധാനവും നിരപ്പും മനുഷ്യർക്ക് നല്ല പ്രത്യാശ ഉണ്ടായിരിക്കട്ടെ. സർവശക്തിയുള്ള പിതാവായി സ്വർഗീയ രാജാവായി സൃഷ്ടാവായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും സ്തുതിയുടെ ശബ്ദം നിനക്ക് ഞങ്ങൾ അർപ്പിക്കുകയും നിന്റെ മഹത്വത്തിൽ ശ്രേഷ്ഠമഹത്വം നിനക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും വിശുദ്ധരുടെ കൂടെ യേശുശിയായ ഏകപുത്രനായ ദൈവമേ പിതാവിൻ്റെ പുത്രനും അതിനവും ലോകത്തിൻ്റെ പാപത്തെ ചൂണ്ടിരിക്കുന്ന ദൈവകുഞ്ഞാടുമായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ലോകത്തിൻ്റെ പാപത്തെ നീക്കളയുന്നവനെ നിന്റെ ചെവി ചായച്ച് ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിന്റെ പിതാവിൻ്റെ വലതു ഭാഗത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നവനെ ഏതോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്നാൽ നീ മാത്രം വിശുദ്ധനാകുന്നു. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിന് ചിത്രകാരുടെ യേശുമിശിഹായ നീ മാത്രം കർത്താവാകുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കളയിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസ പ്രമാണം നമുക്ക് പിതാവായ സർവശക്തനായ ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകാപത്രനോ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവനാ, നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷ ഞങ്ങളോടുകൂടെ ഒരുങ്ങുമെന്ന് സംബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ശുദ്ധീകരിക്കട്ടെ. പിതാവുത്തനും വിശുദ്ധമായ ദൈവം ബലഹീനങ്ങളുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഉന്നതമായ തന്റെ സിംഹാസനമുണ്ടാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ഇതെങ്ങനെ കവറെങ്ങനെ സഹായിച്ചു.
ചേർന്നിടും അങ്ങേറിയ തീരത്ത് വേഗം